എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല നാടൻ കൊഞ്ച് വറുത്തരച്ചതാണ്. കണ്ട, നല്ല ഫ്രഷ് കൊഞ്ചാണ്. നല്ല പെടപെടപ്പൻ കൊഞ്ച്. നല്ല ഫ്രഷ് കായൽ കൊഞ്ചാണ്. ഇത് ഞാൻ അതിരാവിലെ പോയി വള്ളക്കാരടിക്കുന്നതാണ് ഇത് വാങ്ങിച്ചത്. ഇത് അതിരാവിലെ പോയാൽ മാത്രമേ നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതുകൊണ്ടോ നല്ല അത്യാവശ്യം സൈസുള്ള കൊഞ്ചാണ്. കൊഞ്ച് തോട് കളയാനായിട്ട് ഇതേ എടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും എന്തേ വിരുന്നുകാരെത്തി. വാ, നമുക്കിതൊന്ന് പാചകം ചെയ്ത വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഇനി നമുക്ക് കൊഞ്ചിന്റെ തോട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് കണ്ടല്ലോ, കഴിഞ്ഞ ഒരു ഞണ്ടിന്റെ വീഡിയോ എടുത്തപ്പോഴേക്കും ഒരു ഞണ്ടിന്റെ കടി കിട്ടിയതാണ്. ഒരു വീഡിയോ എടുക്കണേന് എന്തുമാത്രം കഷ്ടപ്പാടാണെന്നറിയോ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എന്നെ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. കൊഞ്ച് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകളെല്ലാം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വറുത്തരച്ച കറിയിലേക്ക് ആവശ്യമായ ചേരുവകളെല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കറിച്ചട്ടിയിലേക്ക് മാറ്റാം. ഞാൻ കൂടുതലും ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം പുളി, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വറുത്തരച്ച കറിക്ക് ആവശ്യമായ തേങ്ങ ഞാനിവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇവിടെ നല്ലവണ്ണം റെഡിയായി വരുന്നുണ്ട്. നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുവാണ്. കളറ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ തേങ്ങ മസാലകളെല്ലാം ചേർത്ത് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചെമ്മീനും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ നല്ല വെന്ത് നല്ല ഇതായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പൊന്ന് കറിയിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് കൊഞ്ചിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വറുത്തരച്ച കൊഞ്ച് കറിയുടെ അവസാനഘട്ട മിനുക്കുപണിയായ താളിക്കലാണ്. താളിക്ക് കറിയിലേക്ക് ചേർത്താലാണ് കറി ഫിനിഷ് ആകുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണമായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം. നോക്കിക്കേ, നല്ല അടിപൊളി വറുത്തരച്ച കൊഞ്ചുകറി. നമ്മുടെ വറുത്തരച്ച കൊഞ്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സ്പൈസി ആയിട്ടുള്ള കൊഞ്ചുകറിയാണ്. നമ്മുടെ ചെമ്മീൻ കറി ചോറിലിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ നല്ല കിടുക്കാച്ചി. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതെ, പോകല്ലേ ഒരു മിനിറ്റ്. അഥവാ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പൊടിക്കൈ ഞാൻ പറഞ്ഞു. നമ്മൾ അരയ്ക്കുന്ന മസാലപ്പൊടിനകത്ത് ഒരു കഷ്ണം ഏലക്കായും ഒരു ചെറിയ ഒരു ജാതിപത്രി കൂടി ചേർക്കുകയാണ്. നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. നിങ്ങളത് ചെയ്ത് നോക്കുക. ബൈ.